അനുഭവങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കും. താൻ ഒരു അല്പനായ ജീവനാണെന്നുള്ള ബോധത്തിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത്. ദേഹവിയോഗാനന്തരം ആ ജീവൻ മഹത്തായതിൽ ലയിക്കും. ദേഹവിയോഗാനന്തരം കിട്ടുന്ന മുക്തി, അതാണ് പൗരുഷജ്ഞാനം. ബൗദ്ധിക ജ്ഞാനം വേണമെങ്കിൽ, അപ്പം ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മരണം വരെ ഗുരുനാഥൻ നിർദ്ദേശിച്ച ഇതുപോലെ ജീവിക്കണം. അതിന് സാധനകളും അനുഷ്ഠാനം, ഗുരുനാഥൻ നിർദ്ദേശിച്ച ജീവിതചര്യകളും ആചാരം. അങ്ങനെ അനുഷ്ഠാന ആചാരങ്ങൾ തെറ്റാതെ അഥവാ തെറ്റിയാൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ജീവിക്കുക. ജീവിതാന്ത്യത്തിൽ ദേഹവിയോഗാനന്തരം മുക്തി കിട്ടും. അപ്പോൾ ദീക്ഷിതനായിട്ടുള്ള ആൾക്ക്, തന്ത്രശാസ്ത്ര വിധിപ്രകാരം ദീക്ഷയുള്ള ഒരാൾക്ക്, അയാൾ ഗുരുനാഥൻ പറഞ്ഞത് കൃത്യമായിട്ടാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ ദേഹവിയോഗത്തിന് ശേഷം മോക്ഷം ഉറപ്പ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ബ്രഹ്മപദ ബോധം ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ ബൗദ്ധിക ജ്ഞാനമുണ്ടാകണം. ബൗദ്ധിക ജ്ഞാനമുണ്ടാകാൻ ശാസ്ത്രാഭ്യസനം ആണ് പറയുന്നത്. ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം പഠിച്ച് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള അറിവുകളെ സ്വായത്തമാക്കി ആ അറിവിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവൻ മുക്തി ലഭിക്കും. ഇപ്പൊ നമ്മള് പഞ്ചകൃത്യ പാരായണ എന്ന് തുടങ്ങിയ നാമങ്ങൾ മുതൽ ഇതുവരെയുള്ളത് സത്യത്തിൽ ഈ നാമങ്ങളെല്ലാം ആ ബൗദ്ധിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നാമങ്ങളാണ്. ഇതിൽ വളരെ കുറച്ചു മാത്രമേ നമുക്ക് മിസ്റ്റിക്കൽ സൈഡ് പറയാൻ പറ്റിയിട്ടുള്ളൂ. തന്ത്രത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വളരെ കുറച്ചു മാത്രമേ ഈ നാമങ്ങൾ നമ്മളെ അനുവദിച്ചിരുന്നുള്ളൂ. കാരണം ഇത് ദേവിയുടെ 5 കൃത്യങ്ങളെ പറ്റിയും ദേവിയുടെ കോസ്മോളജിക്കലായിട്ടുള്ള രൂപത്തെ പറ്റിയും ഒക്കെയാണ്, വർണ്ണാശ്രമ വിധായിനിയായ ദേവിയെ പറ്റിയും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആ ദേവിയുടെ മിസ്റ്റിക്കൽ സൈഡിലേക്ക് പോകാൻ നമ്മളെ ഈ നാമങ്ങളുടെ പരിമിതി അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ബൗദ്ധിക ജ്ഞാനമാണ് നമ്മൾ ഇത്രയും ദിവസം കേട്ടത്. ആ തിയററ്റിക്കൽ ആയിട്ടുള്ള ജ്ഞാനത്തിന്റെ പല വഴികൾ, ആ വഴികളിലൂടെ സഞ്ചരിച്ച് ആ ചിന്തകൾ നമ്മളുടേതാകുമ്പോൾ, ആ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തന്നെ, നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കും. അത് ജീവൻ മുക്തി. അപ്പോൾ ജീവൻ മുക്തനാകണമെന്നുണ്ടെങ്കിൽ ദീക്ഷ മാത്രം പോരാ, നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും മാത്രം അനുഷ്ഠിച്ചാൽ പോരാ, സ്വാധ്യായവും അനിവാര്യമാണ്. അതുകൊണ്ടാണ് തപസ്വാധ്യായ നിരതനായിരിക്കണം എന്ന് പറയുന്നത്. തപസ് പൗരുഷ അജ്ഞാനത്തെയും സ്വാധ്യായം ബൗദ്ധിക അജ്ഞാനത്തെയും ഇല്ലാണ്ടാക്കും. സ്വാധ്യായം ഇല്ലാത്ത ഒരാൾക്ക് ജീവൻ മുക്തി അനുഭവ സാധ്യമല്ല. എക്സെപ്ഷൻസ് ഉണ്ട്, അത് വേറെ. രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരെയും മാതാ അമൃതാനന്ദമയി ദേവിയൊക്കെ കൂട്ടിയ ആൾക്കാർ അവരങ്ങനെയല്ലേ? അത് എക്സെപ്ഷൻസ് ആണ്. അവരെ നമ്മൾ നടത്തിപ്പെടുത്തില്ല. അല്ലാത്തവർക്കൊക്കെ സ്വാധ്യായം അനിവാര്യമാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഗുരുവിനെയാണ് അന്വേഷിക്കേണ്ടത്? വേദത്തിൽ പറയുന്നു, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും ആയിരിക്കണം. ശ്രോത്രിയൻ ശ്രുതിയെ അറിഞ്ഞവൻ, ബ്രഹ്മനിഷ്ഠൻ അറിഞ്ഞത് പ്രാക്ടീസ് ചെയ്യുന്നവൻ. അപ്പോൾ തപസ്സും സ്വാധ്യായവും ഉള്ള ഒരാളെ വേണം ഗുരുവായിട്ട് സ്വീകരിക്കാൻ. അങ്ങനത്തെ ഒരു ഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ചോദ്യം വരാം. എല്ലാ ഗുരുക്കന്മാർക്കും ഇത് രണ്ടും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ശാസ്ത്രം പറയുന്നത്, പൗരുഷജ്ഞാനമുള്ള ഒരാൾക്ക് ആ അനുഭവം ദേഹവിയോഗാനന്തരം മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷെ ബൗദ്ധിക ജ്ഞാനമുള്ളയാൾക്ക് ആ അനുഭവം ഇല്ലെങ്കിൽ, രണ്ടുപേർക്കും ഇപ്പം ആ അനുഭവമില്ല. പൗരുഷജ്ഞാനം മാത്രമുള്ളയാൾക്ക് ഈ ജീവൻ മുക്താവസ്ഥയില്ല. ഭൗതിക ജ്ഞാനം മാത്രമുള്ളയാൾക്കും ജീവൻ മുക്താവസ്ഥയില്ല. പൗരുഷജ്ഞാനത്തോടുകൂടി ബൗദ്ധിക ജ്ഞാനം, ബുദ്ധിപരമായ ജ്ഞാനം ചേർന്നാൽ മാത്രമേ ജീവൻ മുക്തി കിട്ടുകയുള്ളൂ. ഭൗതിക ജ്ഞാനം മാറ്റിയാൽ പൗരുഷജ്ഞാനം മാത്രമേ ഉള്ളെങ്കിൽ ദേഹവിയോഗത്തിന് ശേഷം മുക്തി. അപ്പം ഇതില് ഒരാള് പൗരുഷജ്ഞാനമുള്ള ആളുണ്ട്, ഒരാള് ഭൗതിക ജ്ഞാനം മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് പൗരുഷജ്ഞാനം മാത്രമേ ഉള്ളൂ. ഇതിലാരെ ഗുരുവായിട്ട് സ്വീകരിക്കും? അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം? ശാസ്ത്രം പറയുന്നു, ഭൗതിക ജ്ഞാനമുള്ള ആളെ ഗുരുവായിട്ട് സ്വീകരിക്കണം. കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ശാസ്ത്രത്തിലൂടെ പഠിച്ച് സ്വായത്തമാക്കിയ ആളായിരിക്കും ഭൗതിക ജ്ഞാനമുള്ളയാള്.
അയാൾക്ക് നിങ്ങളെ നല്ലവണ്ണം ഗൈഡ് ചെയ്യാൻ സാധിക്കും. മറ്റേയാൾക്ക് ഈ ജന്മത്തിൽ അനുഭവമായിട്ടില്ല, ദേഹവിയോഗാനന്തരം മാത്രമേ അനുഭവം കിട്ടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ശാസ്ത്രത്തിലൂടെ കടന്നുപോയതിന്റെ അറിവുമില്ലാത്തത് കൊണ്ട് അയാൾക്കൊന്നും പകർന്നു തരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭൗതിക ജ്ഞാനം അപ്പോഴും പറയുന്നത് ശാസ്ത്രത്തിന്റെ പ്രാധാന്യമാണ്. ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ ഈ രണ്ട് ജ്ഞാനവും കൂടി ചേർന്നയാൾക്ക് മാത്രമേ ജീവൻ മുക്താവസ്ഥ കിട്ടുകയുള്ളൂ. അപ്പോൾ പൗരുഷജ്ഞാനത്തിന് ഗുരുവിൽ നിന്നുള്ള ഡയറക്ട് ട്രാൻസ്മിഷനും, അതാണ് ദീക്ഷ. ആ ഡയറക്ട് ട്രാൻസ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്റെ ബുദ്ധി കൊണ്ട് വർദ്ധിപ്പിക്കുന്നത് അത് ഭൗതിക ജ്ഞാനം. ഇത് രണ്ടും ചേർന്നാൽ മാത്രമേ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചെത്തി. ഗുരുവിന്റെ അനുഗ്രഹം, ഈശ്വരന്റെ അനുഗ്രഹം ഗുരുവായിട്ടും, ട്രാൻസ്മിഷൻ ഗുരുവായിട്ടും, സ്വപ്രയത്നം ഗണപതിയായിട്ടും വരും. ഇപ്പൊ സ്വപ്രയത്നത്തിലൂടെ ഈശ്വരാനുഗ്രഹത്തിന് ശേഷമുള്ള സ്വപ്രയത്നമാണ് ജീവൻ മുക്താവസ്ഥാ പദവിയിലേക്ക് കൊണ്ടുപോവുക. അത് ജീവിച്ചിരിക്കുമ്പോൾ സാധ്യമാണ്. ആ ജീവിച്ചിരിക്കുന്നയാള് എങ്ങനെയാ പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഓരോരുത്തരുടെയും പെരുമാറ്റം യുണീക്കാണ്. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഷോക്കടിച്ച ആൾ എങ്ങനെയാ പെരുമാറുക പറയാൻ പറ്റില്ല. ഷോക്കടിച്ച് നോക്കണം, ഒന്ന് വയറ് പിടിച്ച് നോക്കുക, എന്നിട്ട് നോക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഷോക്കടിച്ചാൽ നിങ്ങളുടെ ബോഡി എങ്ങനെയാണോ റിയാക്ട് ചെയ്യുക അങ്ങനെ തന്നെ ആകണം എന്നില്ല എന്റെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് ഷോക്കടിച്ചാൽ എങ്ങനെയാ പെരുമാറുക എന്നറിയാൻ ഒന്ന് ലൈവ് വയറിൽ കയറി പിടിച്ചാൽ മതി, അപ്പൊ അറിയും. അതുപോലെ തന്നെ ജീവൻ മുക്തനായവൻ എങ്ങനെയാ പെരുമാറുക എന്നറിയാൻ ജീവൻ മുക്തനാവുക. അതാണ് വഴി. ഇതെന്താ ഈ ചോദ്യം ചോദിക്കുന്നറിയോ? ജീവൻ മുക്തനായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നായി നോക്കണത്. ചെയ്യാൻ പറ്റിയല്ല. കാരണം നിങ്ങൾ മുക്തനായി കഴിഞ്ഞു. അപ്പൊ എന്താ കാര്യം വെച്ചാൽ കക്ഷത്തിലിരിക്കുന്നത് പോവരുത്, അട്ടത്തിരിക്കുന്നത് എടുക്കുക വേണം അതേ കൈകൊണ്ട്. മറ്റേ കൈകൊണ്ട് എടുത്താൽ കുഴപ്പമില്ല. ഒരു കക്ഷത്തിൽ വെച്ച് മറ്റേ കൈകൊണ്ട് എടുക്കുക, അതില്ല. കക്ഷത്തിലിരിക്കുന്ന കൈകൊണ്ട് തന്നെ അട്ടത്തിരിക്കുന്നത് എടുക്കണം നടക്കുകയല്ല. അതുകൊണ്ട് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നമ്മളൊക്കെ സേഫ് ആക്കിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ യാതൊരു സേഫും ഇല്ല, ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഒരിക്കൽ ജിദ്ദു കൃഷ്ണമൂർത്തിയെ കാണാൻ ഒരു വലിയ ഗായിക, ഇറ്റാലിയൻ ഗായിക ചെന്നിരുന്നു അത്ര. എന്നിട്ട് ആ ഇറ്റാലിയൻ ഗായിക ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് സത്യത്തെക്കുറിച്ച് അറിയണം. ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദ ട്രൂത്ത്, ഐ വാണ്ട് ദ ട്രൂത്ത് എന്നാണ് പറഞ്ഞു. കൃഷ്ണമൂർത്തി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, സത്യത്തെ അറിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ പാടാനുള്ള ഈ കഴിവ് പോവും. കാരണം സത്യം പാട്ടുപാടി നടക്കുന്നൊന്നും കാണാറില്ല. ചിലപ്പോ പോവില്ല എന്ന് പറയാൻ പറ്റില്ല, പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയും കൂടി കണക്കിലെടുത്തിട്ട് മാത്രമേ സത്യത്തെ അറിയാൻ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അവർ കുറച്ചു നേരം ആലോചിച്ചിട്ട് അദ്ദേഹത്തിനോട് താങ്ക്സും പറഞ്ഞ് അവിടുന്ന് പോയി. അപ്പൊ പാട്ടുകാരിക്ക് പാട്ടുകാരിയായി നിന്നുകൊണ്ട് ജീവൻ മുക്തയാവണം. കലാകാരന് കലാകാരനായി നിന്നുകൊണ്ട്, പണക്കാരന് പണക്കാരനായി നിന്നുകൊണ്ട്, ഞാനായി നിന്നുകൊണ്ട്, അല്പനായി നിന്നുകൊണ്ട് അനല്പമായതാകണം. അത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഉറപ്പാക്കിയിട്ടേ ഇതിന് പോവുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഇതിലേക്ക് പോകാൻ. അല്ലാതെ മറ്റേതങ്ങ് പ്ലഞ്ച് ചെയ്യുകയാണ്, എടുത്തുചാടുകയാണ്. അപ്പൊ നമ്മളുണ്ടാവില്ല. ബ്രഹ്മലയന ശേഷം ശരീരം നിലനിൽക്കുന്നുവെങ്കിൽ ആ ബോധത്തിന് അതിനോട് തന്നെ എന്തെങ്കിലും സംവദിക്കാൻ സാധ്യമാണോ? അപ്പോൾ സംവദിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. സംവാദം ഉണ്ടാകുന്നത് ഞാനും വേറൊരാളും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് സംവദിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് ആ ചോദ്യം അവിടെ പ്രസക്തമല്ല. ഇതാണ് ബ്രഹ്മബോധത്തെ പറ്റി പറയാൻ. ഇതൊന്നും നമ്മൾ ശരിക്കും പറയാൻ പാടില്ലാത്തതാണ്. കാരണം അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നത് പൂർണ്ണമാവില്ല. അതുകൊണ്ട് ഈ പറയുന്നതൊന്നും പൂർണ്ണമല്ല. ഇതൊന്നും ലാസ്റ്റ് വേർഡല്ല. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. എത്ര പറഞ്ഞാലും അത് അപൂർണമായിരിക്കും എന്നർത്ഥം. ഇനി നമുക്ക് നമ്മുടെ നാമങ്ങളിലേക്ക് വരാം. ഇന്നലെ നമ്മൾ നിർത്തിയത് നാമരൂപ വിവർജിത എന്ന നാമത്തിലാണ്. നാമവും രൂപവും വിവർജിച്ചവൾ, ഇല്ലാത്തവൾ. അസ്ഥി ഭാതി പ്രിയം നാമരൂപം. അങ്ങനെ 5 ആയിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയെ പറ്റിയും പറയാം. അസ്ഥി ഭാതി പ്രിയം നാമരൂപം. അസ്ഥി ഉണ്മ, എക്സിസ്റ്റൻസ്, സത്ത്. ഭാതി പ്രകാശിക്കുന്നത്, ചിത്ത്, കോൺഷ്യസ്നസ്. പ്രിയം തോന്നുമ്പോൾ ആനന്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ അസ്ഥി ഭാതി പ്രിയം എന്നുള്ളത് സത്ത്, ചിത്ത്, ആനന്ദം.
സച്ചിദാനന്ദ സ്വരൂപിണി നാമരൂപങ്ങൾ എടുക്കുമ്പോൾ ഈ പ്രപഞ്ചം മനസ്സിലാക്കും. അപ്പോൾ നാമവും രൂപവും ഈ പ്രപഞ്ചത്തിന്റെ ക്വാളിഫിക്കേഷൻസ്. അസ്ഥിഭാതി പ്രിയം എന്നുള്ളത് സച്ചിദാനന്ദത്തിന്റെ ക്വാളിഫിക്കേഷൻ. അതിൽ നാമരൂപ വിവർജിത എന്ന് പറഞ്ഞാൽ ഈ നാമവും രൂപവുമായിട്ട് യഥാർത്ഥത്തിൽ മാറാത്തവൾ, മാറുമ്പോഴും മാറാതിരിക്കുന്നവൾ. അസ്ഥിഭാതി പ്രിയം നാമരൂപങ്ങളാകുമ്പോൾ നാമരൂപങ്ങൾക്ക് അവ അസ്ഥിഭാതി പ്രിയത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുമെങ്കിലും അസ്ഥിഭാതി പ്രിയത്തിന് നാമരൂപങ്ങൾ ഒരിക്കലും വ്യത്യസ്തം അല്ല. സ്വർണ്ണ ദൃഷ്ടിയിൽ നോക്കിയാൽ വളയും മോതിരവും മാലയും സ്വർണം തന്നെയാണ്. അപ്പോൾ സ്വർണ്ണ ദൃഷ്ടിയിൽ നോക്കിയാൽ രൂപാന്തരങ്ങളില്ല. വള എന്നോ മോതിരമെന്നോ മാലയെന്നോ വ്യത്യാസമില്ല സ്വർണത്തിന്. സ്വർണം അസ്ഥിഭാതി പ്രിയം. പക്ഷെ വള, മോതിരം, മാല എന്ന ദൃഷ്ടിയിൽ നോക്കിയാൽ അതിന് വ്യത്യാസമുണ്ട്, നാമവും രൂപവും. അപ്പോൾ നാമരൂപങ്ങള് ഇപ്പുറത്തു നിന്ന് നോക്കുമ്പോഴുണ്ടാവുന്നത്. അപ്പുറത്തു നിന്ന് സ്വർണത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ സ്വർണത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നാമരൂപ വിവർജിത എന്ന് പറയുമ്പോൾ നാമരൂപങ്ങളായി തീർന്നു എന്ന് തോന്നുമ്പോഴും നാമരൂപങ്ങളാകാത്തവൾ. ഞാനും നിങ്ങളുമൊക്കെയായി ദേവി പരിണമിച്ചു, അല്ലെങ്കിൽ ചുരുങ്ങി മായാധീനയായി എന്നൊക്കെ പറയുമ്പോഴും വാസ്തവത്തിൽ ദേവീ ദൃഷ്ടിയിൽ ഒരു മാറ്റവും എവിടെയും സംഭവിച്ചിട്ടില്ല. ദേവി എവിടെ നോക്കിയാലും ദേവിയെ മാത്രമേ കാണുന്നുള്ളൂ. സച്ചിദാനന്ദ സ്വരൂപിണിയായ ദേവി സച്ചിദാനന്ദ സ്വരൂപത്തെ അല്ലാതെ വേറൊന്നിനെയും കാണുന്നില്ല. സ്വർണത്തെ മാത്രമേ കാണുന്നുള്ളൂ. മാലയെന്നോ വളയെന്നോ മോതിരമെന്നോ വകഭേദം സ്വർണത്തിനില്ല, വകഭേദം ഇപ്പുറത്തുള്ളത്. അതേപോലെ നാമരൂപ വിവർജിത, നാമവും രൂപവും ഇല്ലാത്തവർ. അതാണ് ആ നാമരൂപ വിവർജിത എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് നാമരൂപങ്ങള് ഇപ്പുറത്താണുള്ളത്, അപ്പുറത്തില്ല. ദേവീ ദൃഷ്ടിയിൽ ഒരു മാറ്റവും എവിടെയും സംഭവിച്ചിട്ടില്ല. ദേവിയായിട്ട് തന്നെ വിരാജിക്കുന്നു. ഈ മാറ്റങ്ങളെല്ലാം അപ്പുറത്ത് നമ്മൾ അണുവായി എന്ന് തോന്നുന്ന നമ്മളാണ്. അതാണ് പ്രഹേളിക. ഇത് രണ്ടും എങ്ങനെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഈ യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചോദ്യം തന്നെ അസ്തമിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഇതിന്റെ പല ഭാഗങ്ങളും. പക്ഷെ ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ എന്ത് പറ്റും? ബുദ്ധി മുട്ടും. ബുദ്ധി മുട്ടുമ്പോൾ അത് ഒടുങ്ങും. ബുദ്ധി മുട്ടിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. സെൻ ബുദ്ധിസത്തിലെ ക്വാൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ ഉണ്ട്. അതായത് ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ ചെന്നു കഴിഞ്ഞാൽ ശിഷ്യന് ഗുരു ഒരു ചോദ്യം കൊടുക്കും, അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ അതിന്റെ ഉത്തരം തേടി ശിഷ്യൻ അലയും. എന്ത് ഉത്തരം കൊണ്ടു കൊടുത്താലും ഗുരു അത് അംഗീകരിക്കില്ല. അങ്ങനെ അവസാനം ഉത്തരം കിട്ടാതെ ബുദ്ധി മുട്ടുമ്പോൾ ശിഷ്യന് തന്റെ ബുദ്ധിയുടെ പരിമിതി മനസ്സിലാവുകയും ബുദ്ധിയുടെ പരിമിതി മനസ്സിലാകുന്ന മാത്രയിൽ തന്നെ ബുദ്ധി ഭേദിക്കപ്പെടുകയും ചെയ്യും. ആ ഭേദിക്കപ്പെടാൻ ആണ് ഇത് കൊടുക്കുന്നത്. മന്ത്രം ജപിക്കുന്നത് അതേപോലെ തന്നെ, ബീജാക്ഷരങ്ങൾ ജപിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ്. ബീജാക്ഷരങ്ങൾക്ക് അർത്ഥമില്ല. അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള പദങ്ങൾക്ക് മാത്രമേ അർത്ഥമുള്ളൂ, ശബ്ദങ്ങൾക്ക് അർത്ഥമില്ല. ബീജാക്ഷരങ്ങൾ ശബ്ദങ്ങളാണ്. ആ ശബ്ദമാണ് നമുക്ക് പകർന്നു തരുന്നത്. ആ ശബ്ദം മനസ്സിലിട്ട് ജപിക്കുമ്പോൾ അർത്ഥം അന്വേഷിക്കാത്ത, അർത്ഥമില്ലാത്തതൊന്നും ചെയ്യുന്നത് മനുഷ്യനിഷ്ടമല്ല. അർത്ഥരഹിതമായ പ്രവൃത്തി പൊതുവെ മനുഷ്യനിഷ്ടമല്ല. അപ്പൊ മനുഷ്യൻ ഇതിന്റെ അർത്ഥം അന്വേഷിക്കും. അങ്ങനെ അർത്ഥം അന്വേഷിച്ച് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്ന അർത്ഥം, അതാണ് ബ്രഹ്മം. ആ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് അത് ജപിക്കുന്നത്. അവിടെ എത്തുമ്പോൾ ബുദ്ധി അസ്തമിക്കും, ബുദ്ധി മുട്ടും. ബുദ്ധി മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജപ തപാദികൾ നടത്തുന്നത്. ഒരു ബുദ്ധിമുട്ടും കൂടാതെയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നതെങ്കിൽ ഇതൊന്നും എടുത്തു വെക്കരുത്. എടുത്തു വെച്ചാൽ ബുദ്ധിമുട്ടും. കാരണം വെച്ചാൽ ബുദ്ധി മുട്ടിപ്പോകും. ഇതിൽ പല മന്ത്രങ്ങൾക്കും യാതൊരു അർത്ഥവുമില്ല, വെറും ശബ്ദങ്ങൾ മാത്രമാണ്. ആ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ചിന്തയ്ക്ക് മാറ്റം ഉണ്ടാവും, പലതിനും മാറ്റം ഉണ്ടാവും. നമ്മൾ തന്നെ അവസാനം മാറും. അങ്ങനെ ബുദ്ധിക്ക് മുട്ടുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക മേഖലയിൽ നമ്മൾ വിഹരിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്നത് വൈരുദ്ധ്യങ്ങളായിരിക്കാം.
ഇത് രണ്ടും തമ്മിൽ റീകൺസൈൽ ചെയ്യാൻ നമുക്ക് പ്രയാസം വന്നേക്കാം. ആ റീകൺസൈൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അടുത്ത് ഇരിക്കുന്ന ഒരു വസ്തു അകലെയുമാണ് എന്ന് ഒരേ സമയത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം ഉണ്ട് മനസ്സിനും ബുദ്ധിക്കും. ആ മാറ്റത്തിന് വേണ്ടിയിട്ട് അത് പറയണം. അപ്പോൾ ആ ഇതുണ്ടാകാൻ വേണ്ടി ഉള്ളതായതുകൊണ്ട് നമുക്ക് ഈ സത്യങ്ങളെല്ലാം പറയുമ്പോൾ വൈരുദ്ധ്യങ്ങളിലൂടെ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് മുഴുവൻ ഗ്രഹിക്കാവുന്നതല്ല ഇത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ബുദ്ധി അനിവാര്യവുമാണ്. അവിടെയാണ് ആവശ്യമാണ്, എന്നാൽ ആവശ്യം ഇല്ലാത്തതും ആണ്. അത്രയും നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. നാമരൂപ വിവർജിത ഹ്രീങ്കാരി. ഹ്രീ എന്നുള്ള ശബ്ദത്തിന് ലജ്ജ എന്നർത്ഥം. ചെയ്യരുതാത്തത് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് ലജ്ജ. ദേവി ലജ്ജാസ്വരൂപിണിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വർത്തിക്കുന്നു. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ലജ്ജാസ്വരൂപിണിയായിട്ട് വർത്തിക്കുന്ന ആ ദേവി. കാരണം ചെയ്യരുതാത്തത് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ലജ്ജയില്ലെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. അങ്ങനെ എന്തും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ശക്തി, അതാണ് ലജ്ജ. അതൊരു ലിമിറ്റിംഗ് ഫോഴ്സും കൂടിയാണ്. നമ്മളെ അണുവായിട്ട് നിർത്തുവാനുള്ള ഒരു ശക്തിയും കൂടിയാണ് ഈ ലജ്ജ. ചിലത് ചെയ്യുവാനുള്ള സങ്കോചം, അതാണ് ലജ്ജ. ആ സങ്കോചം നമ്മളിൽ ഉണ്ടാക്കുന്നത് ദേവിയാണ്. അതാണ് ഹ്രീങ്കാരി. ഇതൊരു ബീജാക്ഷരവും കൂടിയാണ് ആ ശബ്ദം. മായാബീജം എന്ന് പറയും. ഭുവനേശ്വരിയെ പരിചയപ്പെടുത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു അത് ഏകാക്ഷരിയാണ്, ഏകമായ ഒരു അക്ഷരമാണ് ആ മന്ത്രം. ഏകാക്ഷരി ഭുവനേശ്വരി എന്ന് ദീക്ഷിത കീർത്തനത്തിലും കാണാം. ആ ഏകാക്ഷരിയാണ് ഈ മന്ത്രം. ഈ അക്ഷരം ത്രിപുര സുന്ദരിക്ക് വളരെ പ്രിയപ്പെട്ട അക്ഷരമാണെന്നും ദക്ഷിണാകാളികയുടെ മന്ത്രത്തിൽ 22 അക്ഷരമുള്ള ദക്ഷിണാകാളികയുടെ മന്ത്രത്തിൽ 3 പ്രധാനപ്പെട്ട ബീജങ്ങളുണ്ട്. അതിലൊരു ബീജം കാളി പ്രധാനവും രണ്ടാമത്തെ ബീജം, ആ ബീജാക്ഷരം ഇതാണ്, രണ്ടാമത്തെ ബീജം ത്രിപുരസുന്ദരി പ്രധാനവും മൂന്നാമത്തെ ബീജം താരാപ്രധാനവും ആണ് എന്ന് പറയുന്നു. അങ്ങനെ കാളി, സുന്ദരി, താര എന്നീ പ്രധാനപ്പെട്ട 3 ദേവതകൾ അടങ്ങിയതാണ് ദക്ഷിണാകാളികയുടെ മന്ത്രം. അതേപോലെ തന്നെയാണ് ത്രിപുരസുന്ദരിയുടെയും മന്ത്രം. ത്രിപുരസുന്ദരിയുടെ മന്ത്രത്തിന് 3 കൂടങ്ങളുണ്ട് എന്ന് പറയുന്നു. ആദ്യത്തെ കൂടം കാളീദേവിയെയും, രണ്ടാമത്തെ കൂടം താരയെയും, മൂന്നാമത്തെ കൂടം ത്രിപുരസുന്ദരിയെയും പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഈ ദേവതകളെല്ലാം സത്യത്തിൽ കാളി, താര, സുന്ദരി ഐക്യസ്വരൂപിണികളാണ്. ദശമഹാവിദ്യകളെ നമ്മൾ കഴിഞ്ഞ 10 നാമങ്ങളിൽ പരിചയപ്പെട്ടു. മഹാലക്ഷ്മി എന്ന നാമം പറയുന്ന സമയത്ത് ദശമഹാവിദ്യകളെ മുഴുവൻ ഈ 3 വിദ്യകളുടെയും അണ്ടറിൽ കൊണ്ടുവരും. ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ 3 വിദ്യകളുടെയും അവാന്തര വിഭാഗങ്ങളായിട്ട് പറയുക ഒരു പതിവാണ്. ക്രമസമ്പ്രദായം എന്ന് പറയുന്ന കാശ്മീരിലെ ക്രമസമ്പ്രദായമല്ല, ബംഗാളിൽ ക്രമസമ്പ്രദായമനുസരിച്ച് ദീക്ഷ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. 2 സമ്പ്രദായം അനുസരിച്ച് ബംഗാളിൽ ദീക്ഷ കൊടുക്കാറുണ്ട്. ക്രമസമ്പ്രദായ ദീക്ഷയും പൂർണ്ണ സമ്പ്രദായ ദീക്ഷയും. അതിൽ ക്രമസമ്പ്രദായ ദീക്ഷ കൊടുക്കുന്നത് ആദ്യം കാളി ദീക്ഷ കൊടുക്കും. അപ്പോൾ ഒരുപാട് മന്ത്രങ്ങൾ ജപിപ്പിക്കുകയും കാളിയുടെ പൂജയൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ആ കടമ്പ കടന്നു കഴിഞ്ഞാൽ താരാദീക്ഷ കൊടുക്കുകയും താരയുടെ അവാന്തര ഭേദങ്ങളിലൂടെയെല്ലാം കടത്തിക്കൊണ്ടുപോയി താരയുടെ മന്ത്രം ജപിപ്പിച്ച് അതിനുശേഷം സുന്ദരി ദീക്ഷ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കാളി, താര, സുന്ദരി ക്രമങ്ങളിലൂടെ കടന്നുപോയിട്ട് മുഴുവനും ദീക്ഷ കിട്ടുന്നയാൾക്ക് കൊടുക്കുന്ന അവസാനത്തെ ദീക്ഷയുടെ പേര് സാമ്രാജ്യ ദീക്ഷ എന്നാണ്. പൂർണ്ണ ദീക്ഷാ സമ്പ്രദായത്തില് ഈ 3 കടമ്പകളിലൂടെ കൊണ്ടുപോകുന്ന പരിപാടിയില്ല. ഒറ്റയടിക്കുന്നത് മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 2 ദീക്ഷാക്രമങ്ങൾ. അതിന് സുന്ദരീ പ്രധാനമായിട്ടുള്ള, ത്രിപുര സുന്ദരീ പ്രധാനമായിട്ടുള്ള ശബ്ദം ഹ്രീങ്കാരി. ആ മന്ത്രത്തിന് മായാബീജമെന്നും ഭുവനേശ്വരി ബീജമെന്നും ശക്തി പ്രണവമെന്നും ഒക്കെ അർത്ഥം. ഈ മന്ത്രത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രപഞ്ചസാരത്തിലും ശാരദാതിലകത്തിലും ഉദ്ഘോഷിക്കുന്നു. സുന്ദരി വിദ്യയെ ഇനിയും വീണ്ടായിട്ട് 2ആയിട്ട് തിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടത് കാളി, താര, ത്രിപുര സുന്ദരി എന്ന 3 വിഭാഗങ്ങൾ. ഇതില് സന്ധ്യാവന്തരം നടത്തുന്ന സമയത്ത് ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞു 5 സന്ധ്യകളില് താന്ത്രികര് സന്ധ്യാവന്തരം നടത്താറ് പതിവുണ്ടെന്ന്. അതിൽ കാളി ഉപാസന നടത്തുമ്പോൾ നടത്തുന്ന സന്ധ്യാവന്തരമല്ല താരയെ ഉപാസിക്കുമ്പം ചെയ്യുക, അതല്ല ത്രിപുരസുന്ദരി ഉപാസിക്കുമ്പം ചെയ്യുക.
അപ്പൊ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ടുള്ള ഒരു സാധനാക്രമം അല്ല ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതില് നമ്മള് കാളി താരാസുന്ദരി ക്രമത്തിലല്ല, ഇനി ത്രിപുരസുന്ദരിയുടെ ക്രമത്തിലാണ് പോകുന്നതെങ്കിൽ ത്രിപുരസുന്ദരിയെ രണ്ടായിട്ട് തിരിക്കും. കാളീകുലം എന്നും ശ്രീകുലം എന്നുമാണ് പേര്. ശ്രീകുലത്തിന്റെ അവസാനത്തെ ദേവത ത്രിപുരസുന്ദരിയാണ്. സഹരജാപപാശാങ്കുശയായ ത്രിപുരസുന്ദരി. അതായത് ത്രിപുരസുന്ദരിയെ ആരാധിച്ച് അവിടെ തന്നെ നിൽക്കുള്ളൂ. സകുങ്കുമ വിലേപന അമളിക ചുംബി കസ്തൂരിക എന്ന് പറയുന്ന ധ്യാന ശ്ലോകത്തിലെ സശരജാപപാശാങ്കുശയായ ദേവിയാണ് അവിടുത്തെ ലാസ്റ്റ് ഫോം. അത് ശ്രീകുലം. 4 ഗ്രന്ഥങ്ങളാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ. തന്ത്രരാജതന്ത്രം, മാതൃകാർണവതന്ത്രം, ജ്ഞാനാർണവതന്ത്രം, ത്രിപുരാർണവതന്ത്രം. 4 തന്ത്രഗ്രന്ഥങ്ങൾ. തന്ത്രരാജതന്ത്രം, മാതൃകാർണവതന്ത്രം, ജ്ഞാനാർണവതന്ത്രം, ത്രിപുരാർണവതന്ത്രം. ഈ 4 ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്നത് ശ്രീകുല ക്രമമാണ്. ശ്രീകുല ക്രമത്തിൽ ദേവി ത്രിപുരസുന്ദരിയായി നിൽക്കും. കാളീകുലം എന്ന് പറയുന്ന ദേവിയുടെ ഒരു ക്രമമുണ്ട്. അതായത് ത്രിപുരസുന്ദരിയെ തന്നെ 2 രീതിയിൽ ഉപാസിക്കാം, കാളീകുലത്തിലും ശ്രീകുലത്തിലും. നമ്മൾ നേരത്തെ കണ്ടത് ക്രമസമ്പ്രദായമാണ്. ഇത് വ്യത്യസ്ത സമ്പ്രദായങ്ങളാണ്. കാളി താര സുന്ദരി എന്ന രീതിയിൽ ഉപാസിക്കാം. അപ്പോൾ അത് ദശമഹാവിദ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപാസനയാണ്. അങ്ങനെയല്ലാതെ കാളീകുലം എന്നും ശ്രീകുലം എന്ന് പറയുന്ന രീതിയിൽ ഉപാസിക്കാം. അതിൽ ശ്രീകുലം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ദേവിയെ ഉപാസിക്കുന്നതെങ്കിൽ ത്രിപുരസുന്ദരിയായി തന്നെ തുടരും. കാളീകുലപ്രകാരമാണ് നമ്മൾ ത്രിപുരസുന്ദരിയെ ഉപാസിക്കുന്നതെങ്കിൽ ഉപാസനയുടെ ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ത്രിപുരസുന്ദരി കാളിയായി മാറും. ആർഭട്യ ശശിഖണ്ഡമണ്ഡിത ജടാജൂടാന്ത് മുണ്ടസ്രജാം എന്ന് പറയുന്ന ബാലാവിംശതിയിലെ ധ്യാന ശ്ലോക പ്രകാരമാണ് ദേവി മാറും. ദേവി ട്രാൻസ്ഫോംഡ്. അപ്പോൾ ട്രാൻസ്ഫോംഡ് ആവുമ്പോൾ പൂജയ്ക്കും ആരാധനയ്ക്കും ഒക്കെ വ്യത്യാസം വരികയും പുറത്തേക്ക് ചെയ്യുന്ന ആരാധനകൾ മുഴുവൻ അകത്തേക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ ശ്രീകുലപ്രകാരമുള്ളത്, കാളീകുലപ്രകാരമുള്ളത്, കാളി താര ത്രിപുരസുന്ദരി പ്രകാരമുള്ളത്, ഇനി ഇതൊന്നുമല്ലാതെ യോഗസമ്പ്രദായ പ്രകാരമുള്ളത്. ശരീരത്തിന്റെ അകത്ത് ശ്രീചക്രത്തെ കണ്ടുകൊണ്ട് ശ്രീചക്രത്തിന്റെ ഓരോ ഭാഗത്തും ശ്വാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക, ശ്രീവിദ്യാമന്ത്രം ജപിക്കുക. അങ്ങനെ എടുക്കണം. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഉത്തരമല്ല ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്നൊന്നുമില്ല. പക്ഷെ ഇത്രയും വെറൈറ്റി ഉള്ളതാണ് ഈ ഒരു ഉപാസന. ത്രിപുരസുന്ദരി എന്ന് നമ്മൾ കേൾക്കുന്ന, നമ്മൾ എല്ലാ ദിവസവും 1 or 2 പ്രാവശ്യം ജപിക്കുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ അധിദേവതയായ ത്രിപുരസുന്ദരിക്ക് ഇത്രയും വെറൈറ്റി ഓഫ് ഉപാസനകൾ ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ, ഇതേപോലെ ഓരോ ദേവതയ്ക്കും ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ എത്ര ബൃഹത്തായിരിക്കും നമ്മുടെ മഹർഷീശ്വരന്മാര് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ അറിവിന്റെ സാഗരം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഒരു കാര്യമാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ എല്ലാം ഓരോ ദേവതയ്ക്കും ദേവത. അങ്ങനെയാവുമ്പോൾ വളരെ വലിയ ഒരു സ്വത്താണ് നമുക്ക് നമ്മുടെ മഹർഷീശ്വരന്മാർ തന്നിട്ട് പോയിട്ടുള്ളത്. നമുക്കാണെങ്കിൽ ആകെ കുറച്ച് കാര്യങ്ങളെ അറിയുകയും ഉള്ളൂ. എന്നിട്ട് അല്പമായ അറിവ് വെച്ച് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിനെ ആധ്യാത്മികത എന്ന് വിളിക്കുന്നു. വാസ്തുവിദ്യയെക്കുറിച്ച് നമുക്കൊരു വിവരം ഉണ്ടാവില്ല. നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് അല്പമായ നമ്മുടെ അറിവ് വെച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അവർക്ക് നമ്മുടെ അറിവില്ലായ്മ സമ്മാനിച്ചിട്ട് പോകുന്നതിനെ അറിവ് എന്ന് വിളിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് കയറിയ പേടിയായി ഇപ്പോഴത്തെ കാലത്ത്. അയാൾക്ക് വാസ്തുവോ ജ്യോതിഷോ എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നമ്മുടെ അടുക്കളയോ ടോയ്ലറ്റോ ഈ ആഹാരം കഴിക്കുന്ന മുറിയോ ബെഡ്റൂമോ പൊളിഞ്ഞു വശാവും. കാരണം വീടുകളിൽ പോയി കഴിഞ്ഞാൽ വാസ്തുവിദ്യ അല്പമേ അറിയുള്ളൂ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു 6 മാസത്തെ കോഴ്സേ. 6 വർഷം 60 വർഷം പഠിച്ചാൽ തീരാത്ത ശാസ്ത്രം 6 മാസം ഞായറാഴ്ചകളിൽ 2 മണിക്കൂർ പോയിരുന്ന് പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയാണ് വാസ്തുവിദ്യ അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിലൊക്കെ ഒന്ന് നടന്നു നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പോവാതിരുന്ന മോശമല്ലേ? അത് നല്ലത് പറഞ്ഞാൽ വളരെ മോശം, ചീത്ത പറഞ്ഞിട്ട് പോകണം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും കക്കൂസ് ഇരിക്കേണ്ട സ്ഥലത്തല്ല ഇരിക്കണം. അവിടെ ഇരുന്ന രോഗം ഉണ്ടാവാറുണ്ടോ എവിടെയെന്ന് ചോദിക്കും. രോഗമില്ലാത്ത വീടുകളുണ്ടോ? ഏതെങ്കിലും ഒരു വീട്ടിൽ രോഗമില്ലാത്തത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല.
എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ രോഗം വരാറുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാധനമാണ്. പനി, ജലദോഷം മുതലായവ വന്നു പോകുന്നു കാലാവസ്ഥയ്ക്കനുസരിച്ച്. അപ്പൊ രോഗം ഉണ്ടാവാറുണ്ടോ? ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാ മഴക്കാലത്തും ജലദോഷം ഉണ്ടാവും, എല്ലാ മഴക്കാലത്തും ഉണ്ടാവും ജലദോഷം. ഇതാണ് കാരണം. ഇത് ഇവിടുന്ന് പൊളിച്ചോളൂ കേട്ടോ. അന്ന് മുതൽ ആ വീട്ടമ്മയ്ക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ഭർത്താവ് വൈകുന്നേരം വളരെ ക്ഷീണിച്ച് വീട്ടിൽ കയറി വരുമ്പോ നിങ്ങളുടെ എല്ലാ കുഴപ്പത്തിനും കാരണം ഇയാളാണെങ്കിൽ വലിയ കഴിവില്ലാത്ത ആളാണ്, കാരണം മര്യാദയ്ക്ക് പണിയും ചെയ്യില്ല. പക്ഷെ അയാളോട് പറയാം നിങ്ങളുടെ എല്ലാ കുഴപ്പത്തിനും കാരണം അവിടെ അത് വെച്ചതുകൊണ്ടാണ്. അപ്പൊ എന്താ ചെയ്യാ? പൊളിക്കാം. ഇപ്പൊ എന്താ? അപ്പൊ ഒരാളെ പോയി കണ്ടു, പൊളിക്കാൻ നോക്കി. പൊളിക്കണമെങ്കിൽ 10,000 20,000 രൂപ വേണം. ഒരു വീടുണ്ടാക്കിയതും പൊളിച്ചു മാറ്റണമെങ്കിൽ അത് വേറൊരു സ്ഥലത്തേക്ക് വെക്കണം, എത്ര പൈസ വേണം? കടം വാങ്ങിക്കലായി. ഈ പൊളിച്ചതോടുകൂടി കടക്കാരന് പോയി. അതുവരെ ഇത്രയൊക്കെ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, കട ഉണ്ടായിരുന്നു. ഇതും കൂടി കഴിഞ്ഞതാണ് നമ്മുടെ അറിവ്. ഈ അറിവുകളെല്ലാം ബഹിഷ്കരിക്കേണ്ടുന്ന സമയമായി. ഇതൊന്നും ആധ്യാത്മികതയല്ല. വീട്ടിൽ കയറി വന്ന് വെറുതെ നാളൊക്കെ ചോദിച്ചിട്ട് ചിലരങ്ങോട്ട് പേടിപ്പിക്കും. നാളാ ഇപ്പൊ 7:30 ശനിയാണല്ലോ, അതുവരെ ഇയാൾക്ക് ശനിയും ചന്ദ്രൻ എന്താണെന്നറിയില്ല. 7:30 ശനിയാണല്ലോ, എന്താ കുഴപ്പം? ഇന്ന ആർക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യാൻ എന്താ? പിന്നെ അതിനൊരു പരിഹാരം പറച്ചില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ശനിയും വ്യാഴവും ചന്ദ്രനും ശുക്രനും ചൊവ്വയും ഒക്കെ അനുവദിക്കണം. പരിപൂർണ സ്വതന്ത്രരായി ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരുന്ന നമ്മള് ഈ ആധ്യാത്മികത എന്ന അറിവിലേക്ക് വന്നതോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി. കാരണം എന്ത് ചെയ്യണമെങ്കിൽ ഈ 9 ഗ്രഹങ്ങൾ അനുവദിക്കണം. ഈ 9 ഗ്രഹങ്ങൾ അനുവദിച്ചിട്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് എവിടെയെങ്കിലും നിൽക്കാതിരിക്കാൻ പറ്റില്ല. ഇവരെവിടെയെങ്കിലുമൊക്കെ നിന്നാൽ അതിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് അനുകൂലമല്ലാതായി തീരും. നമ്മളുടെ ഈ മാതിരി അറിവിനെയാണ് ഇന്ന് ആധ്യാത്മികത എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങളെ നോക്കിയിട്ട് ഫലം പറയുന്നതും ഈ അറിയാത്ത വാസ്തു, അതൊക്കെ ശരിക്കും ശാസ്ത്രമൊക്കെ തന്നെ ഇതെല്ലാം. പക്ഷെ അത് അറിയുന്നവരല്ല ഈ പറയുന്നത്. 6 മാസത്തെ കോഴ്സിന് പോയി ഒരു സർട്ടിഫിക്കറ്റും വെച്ച് വരുന്നവര് അടിച്ചു വിടുകയാണ് പല കാര്യങ്ങളും. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി തീരുന്നു നമ്മൾ. ഇതൊന്നും ആധ്യാത്മികതയല്ല. സ്പിരിച്വാലിറ്റിയിൽ ഇതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല. ഭഗവാൻ ലോകം സൃഷ്ടിച്ചതിന് ശേഷമാണോ സൃഷ്ടിക്കുന്നതിന് മുമ്പാണോ വാസ്തുവിദ്യയും ജ്യോതിഷവും ഉണ്ടായത്? ഭഗവാൻ സമയം നോക്കിയിട്ടാണോ ലോകം സൃഷ്ടിച്ചത്? ഭഗവാൻ കണക്ക് നോക്കിയിട്ടാണോ ഭൂമി ഉണ്ടാക്കിയത്? ഭൂമിയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് 1 മില്ലിമീറ്റർ ഈശാന കോണിൽ കുറച്ച് പൊന്തി നിൽക്കുന്നത് കണ്ട് ഉളിയെടുത്ത് വെട്ടിയിട്ടാണോ ഓവൽ ഷേപ്പ് ആക്കിയത്? അങ്ങനെയൊന്നും ആകാൻ വഴിയില്ല. അതുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത്, ഉള്ളിന്റെ ഉള്ളിൽ ശരിയെന്ന് തോന്നുന്നത് ചെയ്താൽ സർവഗ്രഹങ്ങളും അനുഗ്രഹിക്കും. തന്ത്രശാസ്ത്രത്തില് ദീക്ഷ കൊടുക്കുന്ന സമയം വിവരിക്കുന്ന ഭാഗമുണ്ട്. നിത്യോത്സവം എന്ന തന്ത്രഗ്രന്ഥത്തില് ദീക്ഷ കൊടുക്കാൻ നല്ല ദിവസങ്ങൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആദ്യത്തെ അധ്യായത്തിലാണ് 2 പേജ് ഇതിനു വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയത്ത് ദീക്ഷ കൊടുക്കുന്നത് ഉത്തമം, ഇതെല്ലാം പറഞ്ഞ് 2 പേജ് അങ്ങോട്ട് കഴിഞ്ഞ് അവസാനം പറയുകയാണ്, ഗുരുവിന് എപ്പോഴാണോ ദീക്ഷ കൊടുക്കണമെന്ന് തോന്നുന്നത് അപ്പോൾ സർവഗ്രഹങ്ങളും ശുഭം. എന്നാ പിന്നെ അത് ആദ്യം പറഞ്ഞാൽ പോലെ നമുക്ക് തോന്നും. പോരാ, കാരണം നമ്മളെ പോലുള്ളവരാണ് ആദ്യം വായിക്കുന്നത്. ഇത് ആദ്യം എഴുതിക്കൊണ്ട് വെച്ചാൽ പിന്നെ ഈ പുസ്തകം നമ്മൾ പറയാം അയ്യേ ഇത് വിവരമല്ല. അപ്പൊ നമ്മളെ പോലുള്ളവരെ പോലും ആകർഷിക്കണമെന്നും ഉയർത്തണമെന്നും വിചാരിച്ചിരുന്ന മഹർഷീശ്വരന്മാരാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഇതുപോലുള്ളതെല്ലാം നമ്മൾ പുറത്തു തള്ളേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്, അതൊക്കെ ശരിയുമായിരിക്കാം. പക്ഷെ ഈ ശരികളെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വസ്ഥതയിലേക്കാണോ കൊണ്ടുപോകുന്നത്, അസ്വസ്ഥതയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഈ സ്വസ്ഥതക്കേടിലേക്ക് കൊണ്ടുപോകുന്നതാണോ ആധ്യാത്മികത? എങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആവശ്യമില്ലാതെ ഇതിന്റെ ഒന്നും പുറകെ പോകാതിരിക്കുക. വൈറ്റ് ഹൌസ് വെച്ചത് വാസ്തുവിദ്യക്കാരനെ നോക്കിയിട്ടൊന്നുമല്ല. അവിടെ കയറി വരുന്ന എല്ലാ പ്രസിഡന്റുമാരും മിക്കവാറും എല്ലാവരും 1 or 2 പേര് അവരുടെ വളരെതായ്മ കൊണ്ട് മാത്രമേ ഇറങ്ങിപ്പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും 5 കൊല്ലം രജിസ്ട്രാറിന് ഇറങ്ങിയത്. അതിൽ വാസ്തു നോക്കിയിട്ടില്ല. ലണ്ടൻ രാജാവിന്റെ ക്വീനിന്റെ കൊട്ടാരം വാസ്തു നോക്കിയിട്ട് വെച്ചതല്ല. അവിടെ താമസിക്കുന്ന ഒരു രാജ്ഞിക്കും ഒരു കുഴപ്പവും ഇതുവരെ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. മറ്റതൊക്കെ കാലാന്തരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ മാതിരി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യുക. അവരെ ഈശ്വരൻ അനുഗ്രഹിച്ചിരിക്കും. അത് കൂടി പറയാനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ ഒന്നിനെ പറ്റിയും തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. ജ്യോതിശാസ്ത്രത്തിൽ തന്നെ എടുക്കാം. കുംഭലഗ്നത്തിൽ ജനിക്കുന്നത് നല്ലതോ ചീത്തയോ? 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്.
ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ നല്ലതാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്, മോശമാണെന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. നിങ്ങൾ കുംഭലഗ്നക്കാരനാണെങ്കിൽ ഏതാ എടുക്കുക? ഞാനൊരു കുംഭലഗ്നക്കാരനാണ്, ഞാൻ ഏതാ എടുത്തതെന്ന് പറയട്ടെ. ഇതിലൊക്കെ പണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന കാലത്ത് നല്ലത് പറയുന്നവരുടെ കൂടെ ഞാൻ നിൽക്കുക. കാരണം ചെന്നാൽ പിന്നെ അതല്ലേ സുഖം. ഞാൻ കേമമാകും എന്നൊരാൾ പറയാ, ഞാൻ മോശക്കാരനാകും എന്ന് വേറൊരാൾ പറയാ. ആരുടെ കൂടെ നിൽക്കണ്ടേ? നല്ലവനാകും എന്ന് പറയുന്നവരുടെ കൂടെയാണ് നിൽക്കണ്ടേ. അങ്ങനെ നിന്നില്ലെങ്കിൽ എന്ത് പറ്റും? കുഴപ്പമാവും ജീവിതം. അപ്പൊ ഇതൊക്കെ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന്റെയൊക്കെ പുറകെ പോകാതിരിക്കുന്നതും ആണ് നല്ലത്. നിങ്ങൾക്ക് വീട് എവിടെ വെക്കണമെന്ന് തോന്നുന്നോ അത് എങ്ങോട്ട് നോക്കി വെച്ചാലാണോ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുക അങ്ങോട്ട് നോക്കി വെച്ചാൽ അത് ശരിയായിരിക്കും. അതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. പിന്നെ അവിടെയല്ല എവിടെ കിടന്നാലും ചൂക്കേട് വരും. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ വേറെ ഒന്നും വരികയില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീട് വെക്കാം. ഈ ഫ്ലാറ്റിൽ 9ാം നിലയിൽ വീട് വെക്കാൻ എന്ത് വാസ്തുവാണുള്ളത്?